അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിന്റെ കൊമ്പുകൾ ഇളകാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. തിരുഹൃദയ ഗീതം. തിരുഹൃദയ ഗീതം 27 ഭാഗം. താരഗണങ്ങൾക്ക് പേരിട്ട നേരത്ത് താളം ചവിട്ടിയ ദൈവദൂതൻ കൂനന്മാർ നിവരുവാൻ എന്നെ, കുരുടന്മാർ കാണുവാൻ, ചെകിടന്മാർ കേൾക്കുവാൻ. കൂനന്മാർ നിവരുവാൻ എന്നെ നോക്കി ഏകാഗ്രചിത്തരായി പ്രാർത്ഥന തുടരുവിൻ. ഏകം ഞാൻ യാചിച്ച കാര്യമൊക്കെ അർദ്ധനഗ്നന്മാരുമാരുമില്ലാത്തോരും ആസ്വദിക്കും മമ സ്നേഹദാനം. രോഗികളാരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് രോമാഞ്ചത്തോടെന്നെ പൂജിച്ചിടും. വീഴുന്ന മർത്യരെ താങ്ങുന്നു ഞാനെന്നും, വീണുകിടപ്പോരെ പൊക്കിയിടുന്നു. പേരുവെള്ളം പൊന്തുമ്പോൾ ഓടുന്നവർക്കുടൻ പുനരധിവാസം ഞാൻ നൽകിയിടുന്നു. അവരുടെ സുതരെല്ലാം രാജകൊട്ടാരത്തിൽ അഭിനവ തൂണുപോൽ ശോഭിച്ചിടും. ആത്മാർത്ഥ പ്രാർത്ഥന പരിമളധൂപമായി ആകാശമോക്ഷത്തിലെത്തിയിടുന്നു. അഹങ്കാരി അന്ത്യത്തിലെത്തുന്നു നരകത്തിൽ. ആഴത്തിലാളുന്ന അഗ്നിയിങ്കൽ എളിമ ശീലിച്ചവരുയരുന്നു സ്വർഗീയ കുളിർനീരിൽ നീന്തി കുളിച്ചിടുവാൻ. ധരണിയിൽ പാപത്തിനാഴത്തിൽ വീണവർ മരണശേഷം ദിവ്യ പ്രഭയിലേക്ക് പാടിപ്പറക്കുവാൻ ശരണം ക്ഷമിക്കാതെ പശ്ചാത്താപിക്കൂ, പീഴായിടിക്കൂ. എൻ കരം ഫറവോനെ വൻസേനയോടൊപ്പം ചെങ്കടലിൽ മുക്കി കഥ കഴിച്ചു. സംഭവം മക്കളെ സ്മരണയിൽ നിർത്തുക. സഹചരെ അനുസ്മരിച്ചിടുക നാം. മനുഷ്യർക്ക് മാത്രമല്ലല്ലോ ഞാനേകുന്നു അനുദിന ഭോജനമലിവു പൂണ്ടു. പക്ഷി മൃഗാദികൾ തുമ്പികൾ പാറ്റകൾ ഇഷിതിയിൽ ജീവജാലമെല്ലാം സസ്യങ്ങൾ പുല്ലുകൾ ഇത്യാദി ഉൾപ്പെടെ സംരക്ഷണ കരുന്നു എൻ്റെ കയ്യാൽ. ആകാശമേഘങ്ങൾ ഇടിമിന്നലുണ്ടാക്കി അതിവർഷ ശിക്ഷയ്ക്കൊരുങ്ങിടുമ്പോൾ അരുതെന്ന് കൽപ്പിച്ച് ചെറുമഴ പെയ്യിച്ച്
അനുഗ്രഹിക്കുന്നു ഞാൻ മാലോകരെ. തലവിട്ട് താഴോട്ടൊഴുകുന്ന യകറോൻ്റെ തൈലം സോതാടി നനയ്ക്കുന്ന പോൽ സ്നേഹസമ്പന്നാരിൽ കരുണ പൊഴിക്കും സെഹിയോൻ മലയിലെ മഞ്ഞുപോലെ. ആകാശമോക്ഷത്തിൽ നിന്നനുഗ്രഹം ആരോമൽ മക്കളിലെത്തിയിടുന്നു. മാതാവ് മടിയിലെ കുഞ്ഞിനെ എന്ന പോൽ മാലോക മക്കളെ പോറ്റിടുവാൻ കാവൽക്കാരെല്ലാം പ്രഭാതം ദർശിക്കുവാൻ കാത്തിരിക്കുന്നത് പോലെ എന്നും ഇരുളിൻ്റെ ഭൂമിയിൽ എന്നെ പ്രതീക്ഷിച്ച് ഇരവിലും പകലിലും കാത്തിരിപ്പിൻ. ഭാരങ്ങൾ പേറുവിൻ ഭാര്യയും മക്കളും ഭാഗ്യസമ്പൂർണരായി ജീവിക്കുവാൻ. മുന്തിരിക്കുലകളാൽ ഭവനമൊട്ടാകെയും മുന്തിരി തോട്ടമായി തീർന്നിടുവാൻ. കൂടുന്നു ലോകത്തിൽ പ്രാർത്ഥനയില്ലാത്ത കൂടുന്നു ലോകത്തിൽ പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ നരക സമാനമായി. വയലിൽ പോരിഞ്ഞു വിയർത്തു വീതച്ചോരെ വളരെ കുളിർപ്പിക്കും കൊയ്ത്തുകാലം. രക്ഷിക്കും വേടൻ്റെ വലയിലകപ്പെട്ട പക്ഷിവർഗത്തെ ഞാൻ സ്നേഹമോടെ. അപജയം പ്രാപിക്കും ദുഷ്ടർ തൻ നാവുകൾ അധരങ്ങൾ മുതലായ ആയുധങ്ങൾ. നിയമങ്ങൾ പാലിക്കും മാനവരൊരു നാളും നിപതിക്കില്ല ഈ ഭൂരണത്തിൽ. ഒരു സമ്പന്നനായ മനുഷ്യൻ തൻ്റെ ചെരുപ്പ് വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചിരുന്നു. ദിവസവും അത് വൃത്തിയാക്കി നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. വർഷങ്ങളോളം ആ ചെരുപ്പ് അയാളെ താങ്ങി നടന്നു. പക്ഷേ ഒരു ദിവസം ചെരുപ്പിന്റെ വള്ളി പൊട്ടി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അയാൾ അത് കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞു. വർഷങ്ങളോളം താങ്ങി നടന്നതിൻ്റെ നന്ദി പോലും കാണിച്ചില്ല. സുഹൃത്തുക്കളെ, ജീവിതത്തിലും ചില ബന്ധങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കും, സഹായിക്കും, കൂടെ നിൽക്കും. എന്നാൽ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മളിൽ ഒരു ചെറിയ കുറവ് വന്നാലോ അവർ നമ്മളെ മറന്നുപോകും. അതുകൊണ്ട് ജീവിതത്തിൽ ആരുടെയും ചെരുപ്പാകരുത്. എല്ലാവരെയും സഹായിക്കുക, സ്നേഹിക്കുക, പക്ഷേ സ്വന്തം മൂല്യം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ വില മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലല്ല, നിങ്ങൾ ആരാണ് എന്നതിലാണ്. ഓർക്കുക, ചെരുപ്പായി ജീവിച്ചാൽ ഉപയോഗിക്കപ്പെടും, വ്യക്തിത്വത്തോടെ ജീവിച്ചാൽ ബഹുമാനിക്കപ്പെടും. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു സമ്പന്നനായ ഒരു പക്ഷി ജീവിച്ചിരിക്കുമ്പോൾ അത് കീടങ്ങളെ ഭക്ഷണമാക്കും. എന്നാൽ അതേ പക്ഷി മരണപ്പെട്ടാൽ കീടങ്ങൾ പക്ഷിയെ ഭക്ഷണമാക്കും. ഒരു മരത്തിൽ നിന്ന് ആയിരക്കണക്കിന് തീപ്പെട്ടിക്കമ്പുകൾ നിർമ്മിക്കാനാകും. എന്നാൽ ഒരേ ഒരു തീപ്പെട്ടിക്കമ്പ് മതി ഒരു കാട് മുഴുവൻ ചാരമാക്കാൻ. സാഹചര്യങ്ങൾ ഏതു നിമിഷവും മാറാം. ഒരു രാത്രി കൊണ്ട് ഒരു രാജാവിന് യാചകനാകാം. അതുപോലെ ഒരു രാത്രി കൊണ്ട് യാചകന് രാജാവായി തീരാം. ഇതെല്ലാം സമയത്തിന്റെ കളിയാണ്. സമയത്തേക്കാൾ ശക്തമായി മറ്റൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നത് അവസാനിപ്പിക്കാം. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങാം. ഒരു പക്ഷി
മൈ ഡിയർ റോമന വർഗീസ്, ഈശോ സംസാരിക്കുന്നു എന്ന ഓഡിയോ CD കിട്ടിയിരുന്നു. എല്ലാം കേട്ട് ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ബ്രദർ EV മാണി മുക്കാട്ടുകര. ഞാൻ മൈനർ സെമിനാരിയിൽ ചേരുമ്പോൾ എൻ്റെ മുൻപത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നു. സെമിനാരി സെമിനാരിയിലെ ബ്രദർ പ്രീഫെക്റ്റ് എന്ന പ്രധാന ഉത്തരവാദിത്വവും വഹിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം രോഗിയായതും മരിച്ചതും ഏവരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹത്തിൻ്റെ മധുര സ്മരണയ്ക്കായി പുസ്തകം ഇറക്കാമെന്ന് വിചാരിച്ചത് ഉചിതമായി. മിസ്സിസ് ഓമന വർഗീസിന് EV മാണിയുമായുള്ള ബന്ധം എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. മേ ഗോഡ് ബ്ലെസ് യു വിത്ത് വ്യൂവേഴ്സ് ആൻഡ് റിഗാർഡ്സ്. സ്നേഹത്തോടെ പഴയാറ്റിൽ പിതാവ്. വർഷങ്ങൾക്ക് മുൻപ് പഴയാറ്റ് പിതാവ് മരിക്കുന്നതിന് മുന്നേ ഈശോ സംസാരിക്കുന്ന എന്ന എൻ്റെ CD പിതാവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് വന്ന ലെറ്ററാണ് ഈ ലെറ്റർ. കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിന് വലിയൊരു സന്തോഷം തോന്നി. നിങ്ങൾ ആരെങ്കിലും ആ ഇടത്തേക്ക് നിങ്ങൾ ഒരിക്കലും തിരിച്ചു നടക്കാതിരിക്കുക. ഈ അടുത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇങ്ങനെയായിരുന്നു: നെവർ ഗോ ബാക്ക് ടു ദ പ്ലേസ് വെയർ യു ലോസ്റ്റ് യുവർ സ്മൈൽ. നെവർ ഗോ ബാക്ക് ടു ദ പ്ലേസ് വെയർ യു ലോസ്റ്റ് യുവർ സ്മൈൽ. നിങ്ങളുടെ നിഷ്കളങ്കമായ പുഞ്ചിരി നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടമായ ഇടവേതാണോ, ആ ഇടത്തേക്ക് നിങ്ങൾ ഒരിക്കലും തിരിച്ചു നടക്കാതിരിക്കുക. നിങ്ങളുടെ കണ്ണിലെ ഏറ്റവും സുന്ദരമായ പ്രതീക്ഷയുടെ തിളക്കം അണഞ്ഞുപോയത് ഏതു മനുഷ്യന്റെ കൂടെയാണോ, അങ്ങോട്ടേക്ക് പിന്നീട് ഒരിക്കലും പോകാതിരിക്കുക. ഇത് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരിൽ നിന്ന് എന്നേക്കുമായി ഇനി ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് ഒരു ഡിസിഷനൊക്കെ എടുത്ത് ഇറങ്ങണമെങ്കിൽ എത്രയധികം ആ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ വേദനിച്ചിട്ടുണ്ടാകണം. കുറച്ചധികം ആഴത്തിൽ മുറിപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഓർക്കുന്നത് പോലും നമുക്കൊരു വേദനയായിട്ടൊക്കെ ഇങ്ങനെ മാറുന്നത്. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ: ലവ് യുവർ സെൽഫ്. നന്നായിട്ട് വേദനിച്ച ഒരിടമാണെങ്കിൽ ബാക്കിയുള്ള നന്മകൾ കൂടി നഷ്ടപ്പെടാൻ ആ ഒരിടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനിലേക്ക് തിരികെ പോകാതിരിക്കുക. നെവർ ഗോ ബാക്ക് ടു ദ പ്ലേസ് വെയർ യു ലോസ്റ്റ് യുവർ സ്മൈൽ. ഈ അടുത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ എപ്പോഴെങ്കിലും ഒരിക്കൽ സമുദ്രം അതിലേക്ക് വന്നു ചേരുന്ന നദികളോട് ഇപ്രകാരം ചോദിച്ചു: നിങ്ങൾ നല്ല മധുരമുള്ളവരാണ്, എന്നാൽ ഞാൻ കടുത്ത ഉപ്പുള്ളതും. ലോകം മുഴുവൻ നദികളിലെ വെള്ളം കുടിക്കുന്നു, എന്നാൽ സമുദ്രത്തിലെ വെള്ളം ആരും കുടിക്കുന്നില്ല. കാരണം എന്താണ്? അപ്പോൾ നദികൾ മറുപടി പറഞ്ഞു: ഞങ്ങൾ മധുരമുള്ളവരായത് ഞങ്ങൾ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നീ നിന്നിലേക്ക് വന്നു ചേരുന്നതെല്ലാം സ്വീകരിക്കുന്നു, എന്നാൽ ഒന്നും നൽകുന്നില്ല. നീ ഒന്നും പങ്കുവെക്കാത്തത് കൊണ്ടാണ് കടുത്ത ഉപ്പുള്ളതായി തീർന്നത്. മധുരമുള്ളതായി തീരണമെങ്കിൽ പങ്കിടണം, ഒഴുകിക്കൊണ്ടിരിക്കണം. എല്ലാം ശേഖരിച്ചു കൊണ്ടിരുന്നാൽ പുറമേ കാണാൻ നല്ല ഭംഗിയുള്ളതായി തോന്നാം, പക്ഷേ ഉള്ളിൽ കടുത്ത ഉപ്പുള്ളതായി തന്നെ തുടരും. ജീവിതത്തിൽ സമ്പത്തും അറിവും സ്നേഹവും സഹജീവികളുമായി പങ്കുവെക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ മധുരം ലഭിക്കുന്നത്.
ഒരിക്കൽ സമുദ്രം അതിലേക്ക് രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ജോലിയുണ്ടെങ്കിൽ വിശ്വസിക്കുക, ദൈവം നിങ്ങളോട് വളരെ കരുണയുള്ളവനാണ്. അതിനാൽ എനിക്ക് ധാരാളം ജോലിയുണ്ട് എന്ന് പരാതിപ്പെടുന്നതിന് പകരം എന്നെ വെറുതെ ഇരുത്തിയിട്ടില്ല എന്നതിന് നന്ദി പറയുക. കാരണം വെറുതെ ഇരിക്കുന്നത് പലപ്പോഴും കഠിനാധ്വാനത്തെക്കാൾ കൂടുതൽ അപകടകരമാണ്. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നത് അത് വഹിക്കുവാനുള്ള കഴിവുള്ളവരുടെ തോളിലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയും ഉത്തരവാദിത്തങ്ങളും ഉണ്ടെങ്കിൽ അതിനർത്ഥം ദൈവത്തിന് നിങ്ങളുടെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ്. അതിനാൽ നന്ദിയോടെ ജീവിക്കുക, പുഞ്ചിരിക്കുക, ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ജോലി ചെയ്യുക. നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ജോലി ഒരു ഭാരമല്ല, ദൈവം നമ്മുടെ കഴിവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവാണ്. അതുകൊണ്ട് നന്ദിയോടെ മുന്നോട്ട് പോകാം. രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങൾക്ക് ചെയ്തു ജീവിതത്തിലെ ഏറ്റവും വലിയ ദൂരം രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ളതല്ല, നമ്മുടെ ചില തോന്നലുകളിൽ നിന്ന് ചില പച്ചയായ സത്യങ്ങളിലേക്കുള്ള അകലമാണ്. കണ്ടുമുട്ടിയ പല മനുഷ്യരും നമ്മൾ കരുതിയതുപോലെ കഠിനഹൃദയരായിരുന്നില്ല. അനുഭവിച്ച പല പ്രതിസന്ധികളും നമ്മൾ ഭയന്നതുപോലെ തകർത്ത് കളയുന്നതായിരുന്നില്ല. എന്തിന്, നമ്മൾ തേടിയലഞ്ഞ സന്തോഷം പോലും ഒളിച്ചിരുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഇടങ്ങളിലായിരുന്നില്ല. ഇത്തരം തിരിച്ചറിവുകൾ നൽകി ജീവിതം നമ്മളെ ഞെട്ടിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്ന ലോകം ആകെ മാറും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, മാറിയത് സാഹചര്യങ്ങളല്ല, അവയെ നോക്കിക്കാണുന്ന നമ്മുടെ കണ്ണുകളാണെന്ന്. സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു രാജാവിന് 4 പത്നിമാരുണ്ടായിരുന്നു. ആദ്യത്തെ ഭാര്യയെ അദ്ദേഹം അതിയായി സ്നേഹിക്കുകയും വേണ്ട രീതിയിൽ പരിപാലിക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ ഭാര്യയെ അദ്ദേഹം ഏതെങ്കിലും ചടങ്ങുകൾക്കോ യാത്രകൾക്കോ പോകുമ്പോൾ കൂടെ കൂട്ടുമായിരുന്നു. മൂന്നാമത്തെ ഭാര്യയോട് എന്തെങ്കിലും പ്രശ്നങ്ങളോ സംശയങ്ങളോ വന്നാൽ ഉപദേശം തേടുമായിരുന്നു. എന്നാൽ 4-മത്തെ ഭാര്യയെ അദ്ദേഹം തീരെ ശ്രദ്ധിച്ചിരുന്നില്ല. മുന്നിൽ വന്നാൽ പോലും ഒരു സാധാരണ അഭിവാദ്യം പറഞ്ഞ് സംസാരം അവസാനിപ്പിക്കുമായിരുന്നു. കാലം കടന്നുപോയി. രാജാവിന്റെ അന്ത്യസമയമെത്തി. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് 4 ഭാര്യമാരുണ്ടല്ലോ, ഇവരിൽ ആരായിരിക്കും എന്നോടൊപ്പം അവസാനം വരെ വരാൻ തയ്യാറാവുക? അങ്ങനെ അദ്ദേഹം ആദ്യ ഭാര്യയോട് ഇക്കാര്യം ചോദിച്ചു. അവർ ഉടൻ തന്നെ മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം വരാൻ തയ്യാറല്ല. ഈ ഉത്തരം കേട്ട രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഏറ്റവും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നത് ആദ്യ ഭാര്യയാണ്. രണ്ടാം ഭാര്യയോടും ഇതേ ചോദ്യം ആവർത്തിച്ചു. അവരുടെ മറുപടി അതിലും ഞെട്ടിക്കുന്നതായിരുന്നു. നാളെ നിങ്ങൾ മരണപ്പെട്ടാൽ അതിനടുത്ത ദിവസം ഞാൻ മറ്റൊരു വിവാഹം കഴിക്കും, അവർ പറഞ്ഞു. ഇത് കേട്ട് ഹൃദയം തകർന്ന രാജാവ് 3-ാം ഭാര്യയോടും ചോദ്യം ആവർത്തിച്ചു. അവർ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഒരു പരിധി വരെ നിങ്ങളോടൊപ്പം വരാൻ ഞാൻ തയ്യാറാണ്, അതിനപ്പുറത്തേക്ക് ഞാൻ വരില്ല. അവസാനം 4-ാമത്തെ ഭാര്യ മുന്നോട്ട് വന്ന് പറഞ്ഞു, അങ്ങനെ ഭാര്യയായി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ഭർത്താവായി കണ്ടിരുന്നു. അതുകൊണ്ട് അങ്ങ് എവിടെ പോയാലും ഞാൻ ഒപ്പം വരും, ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും. ഇത് രാജാവിന്റെ മാത്രമല്ല നമ്മുടെയും കഥയാണ്. രാജാവിന് 4 ഭാര്യമാരുള്ളത് പോലെ 4 പേർ നമുക്കൊപ്പവുമുണ്ട്. ആദ്യത്തേത് നമ്മുടെ ശരീരമാണ്. നമ്മൾ എത്ര സ്നേഹിച്ചാലും പരിപാലിച്ചാലും മരണസമയത്ത് അത് നമ്മോടൊപ്പം വരില്ല. രണ്ടാമത്തേത് നമ്മുടെ ധനവും സ്വത്തുമാണ്. നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടേതായി തീരും. മൂന്നാമത്തേത് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. അവർ ശ്മശാനം വരെ നമ്മോടൊപ്പം വരും, അതിനപ്പുറം വരില്ല. നാലാമത്തേത് നമ്മുടെ കർമ്മങ്ങളാണ്. ഈ ജന്മത്തിലും വരും ജന്മത്തിലും നമ്മളോടൊപ്പം ഉണ്ടാവുക അവ മാത്രമാണ്. കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ ഭാഗ്യം നിന്റെ ദാസിയായിരിക്കും.
നിയതിയും മനസ്സും നല്ലതാണെങ്കിൽ നിന്റെ വീട് തന്നെ മധുരയും കാശിയുമായിരിക്കും. അതിനാൽ നമ്മുടെ കർമ്മങ്ങളിൽ ശ്രദ്ധ വെക്കാം. അവസാന യാത്ര വരെ നമ്മോടൊപ്പം ഉണ്ടാവുക അവ മാത്രമാണ്. ഒരു രാജാവിന് 4 പത്നി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.